എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ ഇപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ് പഠിച്ച് 12 മാർക്ക് നേടാം എന്നുള്ളൊരു സെഷനിലേക്കാണ് നമ്മൾ കയറുന്നത്. ഉറപ്പായിട്ടും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 ക്വസ്റ്റ്യനും 6 മാർക്ക് വെച്ചാണ്. അങ്ങനെ ടോട്ടൽ 12 മാർക്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മസ്റ്റായിട്ട് പഠിച്ചു പോകേണ്ട 2 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. പക്ഷേ അതേ പാറ്റേണിലുള്ള മറ്റു ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പല രീതിയിൽ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റണം. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 2 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് മസ്റ്റായിട്ട് അവിടെ നിന്ന് മാർക്ക് നേടിയിരിക്കണം. സോ അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒബ്വിയസ്ലി LPP ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 6 മാർക്കാണ് അല്ലേ. 6 മാർക്കിൻ്റെ ഒരു ചോദ്യം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തരുന്നുണ്ടാവും, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കൺസ്ട്രെയിൻസും തരുന്നുണ്ടാവും. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇതാണ്, z = 3x + 5y. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് x + 3y ≤ 3 എന്നുള്ളത് മാറ്റി = 3 എന്നാക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ടാബുലാർ കോളം വരയ്ക്കുക. പരിപാടികളൊക്കെ അറിയാമല്ലോ അല്ലേ. എക്സ് വൈ, എക്സിന് 0 കൊടുക്കുമ്പോൾ 3y = 3 എന്ന് വരും അല്ലേ. എക്സിന് 0 കൊടുത്താൽ 3y = 3 എന്നാണ് വരിക. അവിടുന്ന് y = 3/3 1 കിട്ടും. ശരിയല്ലേ. നമ്മൾ ഈ എക്സിൻ്റെ സ്ഥാനത്തോട്ട് 0 കൊടുക്കുമ്പോൾ ബാക്കി വരുന്നത് 3y = 3 ആണ്. അവിടുന്ന് y = 3/3 1 വരും. ഇനി yക്ക് 0 കൊടുത്താലോ? yക്ക് 0 കൊടുത്താൽ നേരിട്ട് x = 3 കിട്ടും. അപ്പോൾ പോയിന്റുകൾ ഏതൊക്കെയാണ്? 0 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, 3 0 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ സിമ്പൽ എന്ന് പറയുന്നത് ലെസ് ദാൻ ആണ് അല്ലേ. ഇനിക്വാളിറ്റി സിമ്പൽ എന്ന് പറയുന്നത് ലെസ് ദാൻ ആണ്. സോ അവിടെ നമ്മൾ ഒറിജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിനും വൈക്കും 0 കൊടുക്കുമ്പോൾ എന്താണ് വരിക? 0 ലെസ് ദാൻ 3 എന്നാണ് വരിക. ഇത് ഒറിജിന് ട്രൂ ആണ് അല്ലേ. ഒറിജിൻ്റെ സൈഡിലോട്ടാണ് ഫീസിബിൾ റീജിയൻ വരുന്നുണ്ടാവുക. ഇനി അടുത്ത ലൈൻ എന്ന് പറയുന്നത് x + y <= 2 ആണ്. ലൈൻ വരയ്ക്കാൻ വേണ്ടി അത് =2 എന്നാക്കുന്നു. അതിൻ്റെ താഴെ ഒരു ടാബുലാർ കോളം നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം x y അല്ലേ. ഡയഗണലായിട്ട് അങ്ങ് 0 കൊടുത്താൽ പിന്നെ വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ 2 കിട്ടും, വൈക്ക് 0 കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ 2 കിട്ടും. പോയിന്റുകൾ ഏതൊക്കെയാണ്? 0 2 2 0. ഇവിടെ നമ്മൾ ഒറിജിൻ കൊടുക്കുകയാണെങ്കിൽ 0 <= 2 എന്നാണ് വരിക. 0 <= 2 എന്ന് പറയുന്നത് ഒറിജിനിൽ എന്താണ്? ട്രൂ ആണ്. ശരിയല്ലേ. ഈ x > 0യും y > 0യും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ ഫീസിബിൾ റീജിയൻസ് എല്ലാം കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ റീജിയനിലപ്പം ആദ്യമേ 0 1 3 0 വെച്ചുള്ള ലൈൻ ഇതുണ്ട്. നോക്കിക്കോ. 0 1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. ലൈൻ ഇത് ഓൾറെഡി ഞാൻ വരച്ചിട്ടുണ്ട്. 0 1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. 3 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ് അല്ലേ. പോയിന്റുകളൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടേ. ആ 2 പോയിന്റുകൾ ജോയിൻ ചെയ്ത് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ആ സ്ട്രെയിറ്റ് ലൈൻ്റെ പേര് x + 3y = 3 എന്നാണ് സ്ട്രെയിറ്റ് ലൈൻ്റെ പേര് അല്ലേ. x + 3y = 3. അതായത് ഈ ലൈനിൻ്റെ പേരാണ് x + 3y = 3. അതിവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വിസിബിൾ ആണോ എന്നറിയില്ല. എനിവേ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ലൈൻ വരയ്ക്കുക. രണ്ടാമത്തെ ലൈൻ 0 2 2 0 വെച്ചുകൊണ്ട് 0 2 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആണ്, 2 0 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ്. 2 പോയിന്റും ജോയിൻ ചെയ്യുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. യെസ്, രണ്ടാമത് വരച്ച ലൈനാണ് x + y = 2 എന്ന് പറഞ്ഞ ലൈൻ അല്ലേ. x + y = 2 എന്ന് പറയുന്ന ലൈൻ. പിന്നെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഫീസിബിൾ റീജിയൻ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ 2 ലൈനിൻ്റെ ഫീസിബിൾ റീജിയൻ ഒറിജിനിലോട്ടാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. 2 ലൈനിൻ്റെ ഫീസിബിൾ റീജിയൻ ഒറിജിനിലോട്ടാണ്. അപ്പോൾ 2 ലൈനിൽ നിന്ന് ഒറിജിനിലോട്ട് ഞാനിങ്ങനെ ആരോ മാർക്ക് വരയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്ന സ്ഥലം, 2 ലൈനിൻ്റെ ഫീസിബിൾ റീജിയണും ഫസ്റ്റ് ക്വാഡ്രൻറ്റും കൂടെ ചേരുന്ന സ്ഥലം ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് അല്ലേ. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനാണ് ദിസ് ഷെയ്ഡഡ് പോർഷൻ. ക്ലിയർ ആണല്ലോ. 2 ലൈനിൻ്റെ ഫീസിബിൾ റീജിയണും ഫസ്റ്റ് ക്വാഡ്രൻറ്റും കൂടെ ചേരുന്നത് ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന പോർഷനാണ്. യെസ്, അതാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് അല്ലേ. ആ റീജിയനാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത്. യെസ്, ശ്രദ്ധിച്ചിരിക്കുക. ആ സൊല്യൂഷൻ റീജിയൻ്റെ കോർണർ പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഓൾറെഡി നമ്മുടെ കുറച്ച് കോർണർ പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്?
ഒറിജിൻ നമ്മുടെ കയ്യിലുണ്ട്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 0 ഒരു കോർണർ പോയിൻ്റ് ആണ്. പിന്നെ ഈ പോയിൻ്റ് രണ്ടാമത് ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത പോയിൻ്റ് എന്താണ്? 2 0 ആണ്. 2 0. പിന്നെ ഈ പോയിൻ്റ് 0 1 അല്ലേ? 0 1 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. 3 കോർണർ പോയിൻറ്റ്സ് ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കയ്യിലില്ലാത്ത കോർണർ പോയിൻ്റ് ഞാൻ ഈ മഞ്ഞ കളർ വെച്ച്, മഞ്ഞയല്ല നീല കളർ വെച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, ഈ ഒരു കോർണർ പോയിൻ്റ് ആണ് നമ്മുടെ കയ്യിലില്ലാത്തത് അല്ലേ? ഞാനിപ്പോൾ നീല കളർ വെച്ച് കാണിക്കുന്ന ഈ ഒരു കോർണർ പോയിൻ്റ് ആണ് നമ്മുടെ കയ്യിൽ നിലവിലില്ലാത്തത്. അപ്പോൾ ആ കോർണർ പോയിൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അല്ലേ? നമ്മുടെ ജോലി എന്താണ്? ആ കോർണർ പോയിൻ്റ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ആ 2 ഇക്വേഷൻസ് തമ്മിലങ്ങ് സോൾവ് ചെയ്താൽ മതി. ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ആ 2 ലൈൻസ് കൂട്ടിമുട്ടുന്ന സ്ഥലം, ആ 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലമാണല്ലോ, ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണല്ലോ ആ കോർണർ പോയിൻ്റ്. ഏതൊക്കെയാണ് ഇക്വേഷൻ? ഒന്ന് x + y = 2 എന്ന് പറയുന്ന ലൈൻ, പിന്നെ x + 3y = 3 എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറയ്ക്കുക. എക്സിൽ നിന്ന് എക്സ് പോയാൽ 0, 3yയിൽ നിന്ന് y കുറച്ചാൽ എന്താണ്? 2y, 3ൽ നിന്ന് 2 കുറച്ച് 1. ഇക്വേഷൻ നമ്പർ 2ൽ നിന്നാണ് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കുറച്ചത്. ശരിയല്ലേ? ഇപ്പോൾ 2y = 1 എന്ന് വരും. അവിടുന്ന് y = എന്താണ്? 1/2. ഇനി ഈ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. x + y = 2. വൈയുടെ വില 1/2 കൊടുത്താൽ x + 1/2 = 2. x = 2 - 1/2 ക്രോസ് ചെയ്താൽ 4 - 1/2 3/2. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അഥവാ x, y എന്ന് പറയുന്ന പോയിൻ്റ് എന്ത് കിട്ടി? 3/2, 1/2 ആണ് നമ്മുടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വയ്ക്കുക. 3/2, 1/2. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ 2 കോളം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ കോളത്തിൽ കോർണർ പോയിൻറ്റ്സ്, രണ്ടാമത്തെ കോളത്തിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 3x + 5y ആണ്. സോ നോക്കിക്കേ, കോർണർ പോയിൻ്റ് 0 0 2 0 3/2 1/2 0 1. നമ്മൾ ഓൾറെഡി പറഞ്ഞ കോർണർ പോയിൻ്റ് 0 0 2 0 3/2 1/2 0 1. അതാണ് നമ്മുടെ 4 കോർണർ പോയിൻറ്റ്സ്. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. പിന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി 3x + 5y. ഓരോ കോർണർ പോയിൻ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 × 0 + 5 × 0 ആൻസർ 0 വരും. 3 × 2 + 5 × 0 ആൻസർ 6 വരും. 3 × 3/2 + 5 × 1/2 ആൻസർ എന്തുവാ? 9/2 + 5/2 14/2. 14/2 7 വരും ആൻസർ. ഓക്കെ, അപ്പോൾ അതാണ് മാക്സിമം വരുന്നത് കേട്ടോ. അടുത്ത 3 × 0 + 5 × 1 0 1 കൊടുക്കുമ്പോൾ ആൻസർ 5 വരും. കൂട്ടത്തിലെ മാക്സിമം വാല്യൂ എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് z എന്ന് പറയുന്നത് 7 ആണ് അല്ലേ? മാക്സിമം വാല്യൂ ഓഫ് z 7 ആണ്. അറ്റ് ഏത് പോയിന്റിലാണ്? അറ്റ് 3/2, 1/2 എന്നുള്ള പോയിന്റിലാണ് നമുക്ക് എന്ത് വരുന്നത്? മാക്സിമം വാല്യൂ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ മാക്സിമം വാല്യൂ മാക്സിമൈസ് ചെയ്യേണ്ട ചോദ്യമാണെങ്കിൽ മാക്സിമം വാല്യൂ ആവുന്നത് ഏത് പോയിന്റിലാണെന്നും എടുത്തെഴുതി വെക്കണം. എങ്കിലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. ഓക്കെ, പിന്നെ അടുത്ത ഉറപ്പിക്കാവുന്ന ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. അത് ആദ്യത്തെ പാർട്ടിന് 2 മാർക്കും സെക്കൻഡ് പാർട്ടിന് 4 മാർക്കുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് ടോട്ടലി ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നത്. എന്താണ്? 2 ലൈൻസിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻസ് നമുക്ക് തന്നിട്ട് തിരിച്ച് വെക്റ്റർ ഇക്വേഷൻ ഫോം ചെയ്യാനാണ് നമ്മളോട് ചോദ്യത്തിൽ പറയുന്നത് അല്ലേ? കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ട് വെക്റ്റർ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ കാർട്ടീഷ്യൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ ആദ്യമേ അറിയണം. x - x1/a1 = y - y1/b1 = z - z1/c1. ഇതാണ് കാർട്ടീഷ്യൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രൂപം. ഈ കാർട്ടീഷ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്റർ ഫോം എന്ന് പറയുന്നത് ഇതാണ്. വെക്റ്റർ r = x1i + y1j + z1k + lambda × a1i + b1j + c1k. ഓക്കെ, അപ്പോൾ ഈ കാർട്ടീഷ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വെക്റ്റർ എഴുതാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റാൻഡേർഡുമായിട്ട് താരതമ്യപ്പെടുത്തി ആദ്യത്തെ ലൈൻ നമുക്ക് തന്നിട്ടുള്ളത് x + 1/7 = y + 1/-6 = z + 1/1 ആണ്. ഓക്കെ, നമ്മുടെ സ്റ്റാൻഡേർഡ് രൂപം എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് ആദ്യം എഴുതി വയ്ക്കാം. നമുക്ക് ഓൾറെഡി പറഞ്ഞു ഞാൻ x - x1/a1 = y - y1/b1 = അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ബോക്സ് വരച്ചിടുന്നതാണ്.
സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെക്റ്റർ ഫോം ഈ രൂപത്തിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ പ്ലസ്സിനെ 2 മൈനസുകൾ ചേർന്ന ഒരു പ്ലസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ -1 എന്ന് കൊടുക്കുകയാണ് ബൈ 7. പ്ലസ്സിനെ -1 ബൈ -6 എന്ന് കൊടുത്തു. ഇസഡിനെ -1/1 എന്ന് കൊടുത്തു. സ്റ്റാൻഡേർഡായിട്ട് താരതമ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ മൈനസിന് ശേഷം വരുന്ന ആളാണ് x1. അപ്പോൾ x1 y1 z1 എഴുതി വയ്ക്കാമല്ലോ. ഇനിയിപ്പോൾ നേരിട്ട് വെക്റ്റർ ഫോമിലോട്ട് പോയിക്കോട്ടെ. വെക്റ്റർ r ഇസ് ഈക്വൽ ടു x1 പകരം x1 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുക, ഈ മൈനസിന് ശേഷം വരുന്ന ആളാണ്. മൈനസിന് ശേഷം വരുന്ന ആളാണ് x1. മൈനസിന് ശേഷം വരുന്നത് -1. ഇവിടെ മൈനസിന് ശേഷം വരുന്നത് -1. ഇവിടെയും മൈനസിന് ശേഷം -1. ഇപ്പോൾ x1 y1 z1 എന്ന് പറഞ്ഞാൽ -1 -1 ആണ്. ശരിയല്ലേ? സോ ഈ x1 y1 z1 സ്ഥാനത്തോട്ട് അത് കൊടുക്കാൻ പോവുക. അപ്പോൾ -i -j -k എന്ന് വരും. സംശയമില്ലല്ലോ. x1 y1 z1 -1 ആണ്. അതുകൊണ്ട് -i -j -k എന്ന് വരും. പ്ലസ് ലാംഡ ഇൻറ്റു a1 b1 c1 എന്ന് പറഞ്ഞാൽ താഴെ നിൽക്കുന്ന ആൾക്കാർ അല്ലേ? താഴെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? താഴെ നിൽക്കുന്ന ആൾക്കാരാണ് a1 b1 c1. അതിനെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയും. 7 -6 1 അല്ലേ? 7 -6 1. അപ്പോൾ അത് a1 b1 c1 സ്ഥാനത്തോട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? ലാംഡ ഇൻറ്റു 7i -6j പ്ലസ് k എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ലൈനിൻ്റെ എഴുതിക്കുക. രണ്ടാമത്തെ ലൈൻ എന്താണ്? x -3/1 is equal to y -5/-2 is equal to z -7/1. അത് സ്റ്റാൻഡേർഡ് രൂപത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും മുതിരേണ്ട ആവശ്യമില്ല. പ്ലസ് ആണെങ്കിൽ അത് 2 മൈനസ് ചേർത്ത് പ്ലസ് ആക്കി എഴുതി മൈനസിന് ശേഷം വരുന്ന ആളെന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ പ്ലസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈൻ എടുത്താൽ മതി എന്നും വേണമെങ്കിൽ ആലോചിക്കാം. +1 ആണെങ്കിൽ -1 ആണ് എടുക്കുന്നത്. +2 ആണെങ്കിൽ -2 ആണ് എടുക്കുന്നത്. കാരണം സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ മൈനസ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. ഇത് സ്റ്റാൻഡേർഡിൽ തന്നെയാണ് തന്നേക്കുന്നത്. എല്ലായിടത്തും മൈനസാണ്. x -x1/a is equal to y -y1/b is equal to z -z1/c രൂപത്തിൽ തന്നെയാണ് രണ്ടാമത്തെ ലൈൻ തന്നേക്കുന്നത്. അപ്പം നേരിട്ട് അങ്ങോട്ട് മാറ്റാലോ. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് വെക്റ്റർ ആക്കി കൂടെ. ഇപ്പം എന്ത് വരും? 3i + 5j + 7k അല്ലേ? x1 y1 z1 എന്ന് പറഞ്ഞാൽ 357 ആണ്. ലാംഡ ഉപയോഗിച്ചതുകൊണ്ട് അടുത്ത മ്യൂ ഉപയോഗിക്കുന്നു. മ്യൂ ഇൻറ്റു താഴെയുള്ള സംഖ്യകൾ 1 -2 1. അപ്പോൾ എന്ത് വരും? i -2j + k എന്ന് വരും. ശരിയാണല്ലോ? i -2j + k. ക്ലിയർ? അപ്പോൾ ഞാൻ എന്ത് ഫോം ചെയ്തെടുത്തു? വെക്റ്റർ ഇക്വേഷൻ ഫോം ചെയ്തെടുത്തു അല്ലേ? ഇതാണ് നമ്മുടെ ആദ്യത്തെ വെക്റ്റർ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെക്റ്റർ ഇക്വേഷൻ. ഓക്കെ, ഇനി അതിൻ്റെ ഈ 2 ലൈൻസിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് a1 ആയിട്ട് എടുക്കണം, ഇത് b1 ആയിട്ട് എടുക്കണം, ഇത് a2 ആയിട്ട് എടുക്കണം. ഈ വെക്റ്റർ രണ്ടാമത്തെ വെക്റ്റർ b2 ആയിട്ട് എടുക്കണം. ഓക്കെ, a1ഉം b1ഉം a2ഉം b2ഉം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? 2 സ്ക്യൂ ലൈൻസിന് ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2. ഇപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ എല്ലാം കണ്ടുപിടിക്കുകയാണ്. ആദ്യമേ അതൊന്ന് എഴുതി വയ്ക്കാം. a1 എന്ന് പറഞ്ഞാൽ -i -j -k അല്ലേ? a1 എന്ന് പറഞ്ഞാൽ -i -j -k. b1 എന്ന് പറഞ്ഞാൽ 7i -6j + k. 7i -6j + k. a2 എന്ന് പറഞ്ഞാൽ എന്താണ്? a2 എന്ന് പറഞ്ഞാൽ 3i + 5j + 7k. 3i + 5j + 7k. b2 എന്ന് പറഞ്ഞാൽ എന്താണ്? b2 എന്ന് പറഞ്ഞാൽ i -2j + k അല്ലേ? i -2j + k. സോ ആദ്യത്തെ ജോലി എന്താണ്? a2 - a1 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 1 by 1 ആയിട്ട് എല്ലാം ചെയ്യാം നമുക്കല്ലേ? ആദ്യമേ a2 - a1 നിങ്ങൾ കുറച്ച് പറഞ്ഞേ. a2 3iയിൽ നിന്ന് -i കുറയ്ക്കണം അല്ലേ? 3iയിൽ നിന്ന് -i കുറച്ചാൽ 4i ആണ്. 3i - -i എന്ന് പറഞ്ഞാൽ എന്താണ്? 3i + i. 3i + i എന്ന് പറഞ്ഞാൽ 4i.
ഇനി 5Jയിൽ നിന്നും -J കുറയ്ക്കണം. 5J മൈനസ് J, 5J പ്ലസ് J എന്ന് വരും അല്ലേ, അത് 6J വരും. ഇനി 7Kയിൽ നിന്നും -K കുറച്ചാൽ 7K മൈനസ് K, 7K പ്ലസ് K, 8K വരും. ഇതാണ് എന്തെന്ന് പറയുന്നത് A2 മൈനസ് A1 എന്ന് പറയുന്നത്. ശരിയല്ലേ, A2 മൈനസ് A1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോറി, യെസ്, A2 മൈനസ് A1 ക്ലിയർ. ഇനി ഇതിന് എന്തുമായിട്ട് നമ്മൾ ഡോട്ട് എടുക്കേണ്ടത്? B1 ക്രോസ് B2 ആയിട്ട് ഡോട്ട് എടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് B1 ക്രോസ് B2 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. അതിനുവേണ്ടി ഡിറ്റർമിനൻ്റ് I, J, K. B1ൽ B1ൽ IJKയുടെ കോയിഫിഷ്യൻറ്റ് B1 നോക്കിക്കേ, അതിൽ IJKയുടെ കോയിഫിഷ്യൻറ്റ് 7 -6 1. B2ൽ IJKയുടെ കോയിഫിഷ്യൻറ്റ് 1 -2 1. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്തെടുക്കുമ്പോൾ എന്ത് വരുന്നത്? ഇത് 1 ആണ് കേട്ടോ. യെസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഇവാലുവേഷൻ I ഇൻറ്റു -6 -2 ഇൻറ്റു 1 -2 -J ഇൻറ്റു J ഉള്ള റോയും കോളവും കളഞ്ഞ് 7 -1 പ്ലസ് K ഇൻറ്റു K ഉള്ള റോയും കോളവും കളഞ്ഞ് -14 -6. ഓക്കെ, സോ അതായത് I ഇൻറ്റു -6 പ്ലസ് 2 എന്ന് വരും, -J ഇൻറ്റു 7 -1 പ്ലസ് K ഇൻറ്റു -14 പ്ലസ് 6 വരും. ഓക്കെ, അതെന്താണ് വരിക? -6 പ്ലസ് 2, -6 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ -4 I, 7 1 കുറച്ച് 6J, അപ്പോൾ -6J, -14 പ്ലസ് 6, 14 4 2 കുറച്ച് 8, 8 6 ആണല്ലോ 14, അപ്പോൾ -8K. ഇതാണ് എന്തെന്ന് പറയുന്നത് B1 ക്രോസ് B2 എന്ന് പറയുന്നത് അല്ലേ, B1 ക്രോസ് B2. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ മോഡുലസ്, കാരണം ഇതിൻ്റെ മോഡുലസ് കൊണ്ട് ഹരിക്കണമല്ലോ. മോഡുലസ് ഓഫ് B1 ക്രോസ് B2 കണ്ടുപിടിക്കുമ്പോൾ എന്താണ് വരിക? √-4ൻ്റെ സ്ക്വയർ പ്ലസ് -6ൻ്റെ സ്ക്വയർ പ്ലസ് -8ൻ്റെ സ്ക്വയർ എന്ത് വരും? 16 പ്ലസ് 36 പ്ലസ് 64. ഓക്കെ, 6 4 10 0 ശിഷ്ടം 1, 6 3 9 1 10, 64 36 100 വരും, 100 16 116. സോ 116 ആണ് മോഡുലസ് വരിക. ഇനി അടുത്ത ജോലി A2 മൈനസ് A1 B1 ക്രോസ് B2 തമ്മിൽ ഡോട്ട് എടുക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഡോട്ട് എടുത്ത് പറഞ്ഞേ, A2 മൈനസ് A1ൻ്റെ A2 മൈനസ് A1 എന്ന് പറഞ്ഞാൽ 4I പ്ലസ് 6J പ്ലസ് 8K അല്ലേ. സോ അതായത് 4I പ്ലസ് 6J പ്ലസ് 8K ഡോട്ട് ആരുമായിട്ടാ? B1 ക്രോസ് B2. B1 ക്രോസ് B2 എന്ന് പറഞ്ഞാൽ -4I മൈനസ് 6J മൈനസ് 8K, -4I മൈനസ് 6J മൈനസ് 8K. സോ കോയിഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 4 ഇൻറ്റു -4. IJKയുടെ കോയിഫിഷ്യൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഡോട്ട് പ്രോഡക്റ്റ്. 4 ഇൻറ്റു -4 പ്ലസ് 6 ഇൻറ്റു -6 പ്ലസ് 8 ഇൻറ്റു -8, -16 -36 -64 -116 വരും. ശരിയാണല്ലോ? ഇനി ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇക്വേഷനിൽ കൊടുത്താൽ ഫൈനൽ ഉത്തരവായി. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, എന്താണ് ഫോർമുല? A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. So this is equal to A2 minus A1 dot B1 cross B2 minus 116. മോഡുലസ് ഓഫ് B1 ക്രോസ് B2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് √116 അല്ലേ, √116. സോ മൈനസ് പ്ലസ് ആവും മോഡുലസ് എടുക്കുമ്പോൾ 116/√116 എന്ന് വരും. വെറും 116നെ, ഇപ്പോൾ വെറും എക്സിനെ വേണമെങ്കിൽ എനിക്ക് √x ഇൻറ്റു √x എന്ന് എഴുതാം. ശരിയല്ലേ? ഇപ്പോൾ വെറും 116നെ √116 ഇൻറ്റു √116 എന്ന് എഴുതാം. താഴെ എന്തുണ്ട്? √116 ഉണ്ട്. ഒരു √116 വെട്ടിയാൽ ആൻസർ എന്ത് വരും? √116. ക്ലിയർ അല്ലേ? √116 ആണ് ആൻസർ വരിക.
സെറ്റാണെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. രണ്ട് സ്ക്യൂ ലൈൻസിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് എ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.